ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം പ്രാർത്ഥിച്ച് ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പൊങ്കാല ഞായറാഴ്ച. ദേവീസ്തുതിയുമായി ആയിരങ്ങൾ തൊഴുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഭക്തിസാന്ദ്രമാണ്. നഗരത്തിലെ നിരത്തുകളെല്ലാം പൊങ്കാലക്കളത്തിനൊരുങ്ങി. ക്ഷേത്രവും തലസ്ഥാന നഗരവും പൊങ്കാലയെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. ഞായറാഴ്ച രാവിലെ 10-ന് ശുദ്ധ പുണ്യാഹത്തിനു ശേഷം പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും. മുന്നിലെ പാട്ടുപുരയിൽ തോറ്റം പാട്ടുകാർ കണ്ടകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം വിവരിക്കുന്ന ഭാഗം പാടും. രൗദ്രഭാവം പൂണ്ട ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നുവെന്നാണ് വിശ്വാസം. പാട്ട് തീരുമ്പോൾ തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരിക്ക് നൽകും. 10:30-ന് മേൽശാന്തി ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറും. പിന്നീട് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലും തീ കത്തിക്കും. ഇതിനു പിന്നാലെ നഗരത്തിലും ക്ഷേത്ര പരിസരത്തുമുള്ള പൊങ്കാല കളങ്ങളിലും അടുപ്പുകൾ തെളിയും. ഉച്ചയ്ക്ക് 2:30-ന് ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം കഴിയുന്നതോടെ പൊങ്കാല പൂർത്തിയാകും. നിവേദ്യ സമയത്ത് വായുസേനയുടെ ഹെലികോപ്റ്റർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തും. വൈകിട്ട് 7:30-ന് കുത്തിയോട്ടത്തിന് ചൂരൽകുത്ത്. രാത്രി 11-ന് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് തുടങ്ങും. തൃക്കടവൂർ ശിവരാജൻ എന്ന കുമ്പനാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. കുത്തിയോട്ട ബാലന്മാർ എഴുന്നള്ളത്തിനെ അനുഗമിക്കും. എഴുന്നള്ളത്തിന് സായുധ പോലീസിന്റെ അകമ്പടിയും വാദ്യമേളങ്ങളും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 8-ന് അകത്തേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത്. രാത്രി കാപ്പഴിച്ച് കുരുതി തർപ്പണം നടത്തുന്നതോടെ ഉത്സവം സമാപിക്കും.